ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. സർ, സംസ്ഥാനത്തെ നാഷണൽ ഹൈവേ വികസനം നമ്മളെല്ലാവരും വളരെ ആഹ്ലാദത്തോടുകൂടി ഉറ്റുനോക്കുന്ന ഒന്നാണ്. അത് പൂർത്തിയാകണം. സാർ, അത് സംസ്ഥാനത്തിൻ്റെ പൊതുവായ വികസനത്തിനും പ്രാദേശികമായ വികസനത്തിനും സഹായകമാകും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പൂർണ്ണമായ വിശ്വാസം. പക്ഷേ ഈ ഹൈവേ ഡിസൈൻ ചെയ്തപ്പോഴുണ്ടായ പൊതുവായൊരു പ്രശ്നം, ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഡിസൈൻ ചെയ്യുന്നത് പോലെയാണ് കേരളത്തിൽ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കേരളം ഇത്ര ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനത്ത്, നമ്മുടെ നഗരങ്ങളും പട്ടണങ്ങളും ഗ്രാമങ്ങളും ഒരുപോലെയായ സ്ഥലത്ത് ഈ പാത കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഹൈവേയിലേക്കുള്ള ആക്സസ് പൂർണ്ണമായി ഇല്ലാത്ത രീതിയിൽ പല സ്ഥലത്തും ഇവരുടെ ഡിസൈനിൽ ഗൗരവതരമായ പാളിച്ചകളുണ്ട്. ചില കാര്യങ്ങളെല്ലാം ഞങ്ങൾ മുഖ്യമന്ത്രിയോടും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെ എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി ചെറിയ ചെറിയ ചില കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ വളരെ ഗൗരവതരമായ ചില അടിപ്പാത പ്രശ്നങ്ങളും നടപ്പാത പ്രശ്നങ്ങളും ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ നിൽക്കുകയാണ്. അത് അവരുടെ പ്രോജക്റ്റ് ഡയറക്ടറുമായിട്ട് ജില്ലാ ഭരണകൂടം നിരന്തരമായി സംസാരിച്ചിട്ടും പിമാരുൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമായി സംസാരിച്ചിട്ടും അതിനൊന്നും ഒരു സൊല്യൂഷൻ അവർ പറയുന്നില്ല. സർ, എൻ്റെ ജില്ലയിൽ, എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇത് ഏകദേശം 18-19 കിലോമീറ്ററോളം കടന്നു പോകുന്നത് എൻ്റെ നിയോജകമണ്ഡലത്തിലൂടെയാണ്. കുറച്ച് ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയുടെയും അതുപോലെ എറണാകുളം നിയോജകമണ്ഡലമാണ്. എൻ്റെ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം 15,000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുന്ന വൈവിധ്യമാർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു കൂനമാവ് ജംഗ്ഷനിൽ അടിപ്പാതയില്ല സർ. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്, സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 2 പ്രധാനപ്പെട്ട ഹയർ സെക്കൻഡറികളും ഉൾപ്പെടെയുള്ള 15,000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുന്ന ഒരു ജംഗ്ഷനിൽ അടിപ്പാതയില്ല. അതുപോലെ പട്ടണം ജംഗ്ഷൻ, കുരിക്കാട് ജംഗ്ഷൻ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അടിപ്പാത വേണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ നിരന്തരമായി സമരത്തിലാണ്. ആ സമരം നമ്മൾ മറ്റൊരു തരത്തിലൊന്നും ആ സമരത്തെ മാറ്റിയെടുക്കാൻ നമ്മളൊന്നും ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. കാരണം ഹൈവേയുടെ നിർമ്മാണത്തിന് ഒരു തടസ്സം ഉണ്ടാകരുത് എന്ന് നമ്മളും ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ സർ, പറവൂർ പട്ടണത്തിലൂടെ ഇത് കടന്നു പോകുന്ന പെരുമ്പടന്ന ജംഗ്ഷൻ, യഥാർത്ഥത്തിൽ അവിടെ നിന്നാണ് ആളുകൾ ഇറങ്ങുന്നത്, ടൗണിലേക്ക് ഇറങ്ങുന്നത്. അവിടെ ശരിക്കൊരു നടപ്പാത പോലും ഇവർ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മളതിൻ്റെ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ, നമ്മളിവിടുത്തെ ലോക്കൽ PWD എഞ്ചിനീയർമാരെ വെച്ച് നമ്മൾ പരിശോധിപ്പിച്ചപ്പോൾ വളരെ ഗൗരവതരമായ പ്രശ്നങ്ങൾ, ലോക്കലായ ജനങ്ങൾക്ക് യാതൊരു വിധത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന, അവർക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷ എടുത്ത് 5 കിലോമീറ്റർ വരെ യാത്ര ചെയ്ത് തിരിച്ചു വരേണ്ട സ്ഥിതിയിലേക്കൊക്കെയാണ് സ്ഥലങ്ങൾ. അതുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ്, ഗവൺമെൻറ് ഗൗരവതരമായി ഇക്കാര്യത്തിൽ ഇടപെട്ട് അവരുടെ പ്രോജക്റ്റുമായി സംസാരിച്ച് ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. സർ, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ ദേശീയപാത 66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് സബ്മിഷനായി ഉന്നയിച്ചിട്ടുള്ളത്. കൂനമാവ് ജംഗ്ഷനിലും പട്ടണം ജംഗ്ഷനിലും കുരിയാപ്പള്ളി ജംഗ്ഷനിലും അടിപ്പാത വേണമെന്ന് സബ്മിഷനിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാർ, പെരുമ്പടന്ന ജംഗ്ഷനിൽ നടപ്പാത വേണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ഇടപ്പള്ളി റീച്ചിൻ്റെ ഭാഗമായാണ് ഈ പ്രവൃത്തി സാധ്യമാകേണ്ടത്. അദ്ദേഹം നിയോജക മണ്ഡലങ്ങളുടെ ഡീറ്റെയിൽസ് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ റീച്ചിൽ 50% പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഇവിടെ നിർദ്ദേശിച്ച പ്രവൃത്തികൾ ഉടനെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇന്ന് വൈകിട്ട് തന്നെ NHAയുടെ PD യും അതുപോലെ ROയുമായി ഈ വിഷയം സംസാരിക്കാമെന്നുള്ളത് സഭയെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു.